ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇന്നില്ല, ഞാൻ കാലത്ത് ഓടുപഴ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഓയിലൊന്നും ഇല്ലാത്ത അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഞാൻ ഓടുപഴ ഉണ്ടാക്കാനില്ലേ, മൺപാത്രമില്ലേ, അത് കഴുകി വെച്ചു. എന്നിട്ട് അതിലേക്കുള്ള മാവ് റെഡിയാക്കാണ് പോകുന്നത്. അപ്പം ഞാൻ 2 കപ്പ് അരിയും 1 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം നൈസായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഇതില്ലേ, നമ്മൾ എന്തായാലും നമ്മൾ ഇന്ത്യൻസൊക്കെ നമ്മൾ അരി കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അരി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് അതാണ് കഴിച്ച ശീലം, നമ്മൾ അതന്നെ ഉണ്ടാക്കും. നമ്മൾ ഗൾഫ് കൺട്രി പോലെ നമ്മൾ സാൻഡ്വിച്ചോ മുട്ട കൊണ്ടോ അങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒതുങ്ങുന്നവരല്ല. നമ്മൾ ഇതാണ് ചെറുപ്പം തൊട്ട് ശീലിച്ചത്, അതന്നെ ഇന്നും കണ്ടിന്യൂ ആക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെ ഗൾഫ് കൺട്രി പോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും ഹെൽപ്ഫുള്ളായിട്ടും തോന്നുന്നത് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റുകളാണ് കേട്ടോ. പക്ഷെ നമ്മൾ കഴിച്ചിട്ട് ശീലിച്ചിട്ട് വന്നിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ മറക്കാൻ പറ്റുന്നില്ല. ഇതും ഒരു എന്തായാലും ഉണ്ടാക്കണം. ഉണ്ടാക്കിയില്ലെങ്കിലോ നമ്മൾ കഴിച്ചില്ലല്ലോ, നമ്മൾ കഴിച്ചത് ഒരുപാട് കുറഞ്ഞു പോയോ, അങ്ങനത്തെ ഫീൽ ഓട്ടോമാറ്റിക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതല്ലാതെ വീട്ടിലുള്ളവർക്കും ആ ബ്രെഡ് കൊണ്ടോ ആ മുട്ട കൊണ്ടോ അതൊക്കെ കഴിച്ചാൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ്, വയറ് നിറയോ, അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിപ്പോവും. അവർക്കും ഇങ്ങനത്തെ അപ്പകളെന്തെങ്കിലും ഉണ്ടാക്കിയാൽ അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നൊരു ഫീല് പോലും ആവും. കാരണം ചെറുപ്പം തൊട്ട് വന്ന് ശീലിച്ച ആ ഒരു ഫീലാണ് കേട്ടോ. എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് പോലെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓടുപഴ ഉണ്ടാക്കാൻ മാവ് റെഡിയാക്കി അടുപ്പത്ത് ഒഴിച്ചിട്ട് വെച്ച് ഹോലൊക്കെ വന്നു കേട്ടോ. പക്ഷേ ഈ മൺപാത്രമില്ലേ, ഇത് ഞാൻ അവോയ്ഡ് ആക്കിയത്, ഇത് കളയാൻ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ തോന്നി എനിക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ തേങ്ങ ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങ ഇട്ടാൽ ഓടുപഴ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചാലും നല്ല എളുപ്പത്തിൽ നല്ല കരിയാണ്ട് തന്നെ നമുക്ക് കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഓടുപഴയ്ക്ക് തേങ്ങ കൂടി ഇട്ടിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. പക്ഷേ അതിലും വിട്ട് വരാൻ പറ്റിയില്ല. അതും സെൻറ്ററിൽ നടുഭാഗമൊക്കെ കരിഞ്ഞു പോയി സോറി. അങ്ങനെ അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ എനിക്ക് തോന്നി മാവ് സെയിം തന്നെയല്ലേ, അപ്പോൾ അതും ചെറുതായിട്ടൊരു കുഴിയുള്ള പാത്രത്തിലല്ലേ നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ആപ്പം ഉണ്ടാക്കുന്ന പാനില്ലേ അതിലൊഴിച്ചപ്പോൾ അത് ഒരുപാട് കട്ടിയാണെന്ന് എനിക്ക് ഫീലായി. പിന്നെ ഞാൻ അതിനൊരു പൂവപ്പത്തിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മൂടാൻ നോക്കിയതാണ്. പക്ഷേ ആ സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രഷർ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ അപ്പം തന്നെ പാളിപ്പോയിന്ന്. അപ്പോൾ ഈ മൂട് തുറക്കാൻ പോയപ്പോൾ ഈ മൂട് വെച്ചെടുത്തതും അത് അനങ്ങുന്ന പോലും ഇല്ല. അപ്പോൾ പിന്നെ അതെങ്ങനെയോ എടുത്ത് അതും നോക്കി മൂടി വെച്ചിട്ട് തുറന്നപ്പോൾ അതിൻ്റെ സെൻറ്റർ, അത് നടുഭാഗമില്ല, അതാണെങ്കിൽ ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഇത് എന്തായാലും ഇത് കലത്തപ്പത്തിന് മാവ് ശരിയായിട്ടുണ്ട്, അപ്പോൾ ഇനി ഉരുളി വെച്ച് കൊടുക്കാം, എന്നിട്ട് നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് ഉരുളി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ ഇല്ലേ എൻ്റെ ഇറച്ചിക്കറി കുറച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെന്തെങ്കിലും ഓടുപ്പഴല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഓടുപ്പഴക്ക് തേങ്ങാപ്പാലും ശർക്കരയും ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അതിലപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കുട്ടികൾക്ക്. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലും ആദ്യമേ റെഡിയാക്കിയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കറി ടിഫിനിലോട്ട് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച ബ്രേക്ക്ഫാസ്റ്റ് നടന്നില്ല. അങ്ങനെ ഞാൻ കലത്തപ്പം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ കലത്തപ്പത്തിന് തേങ്ങാപ്പാൽ പറ്റിയില്ല. അപ്പോൾ കലത്തപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കറി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഒരു ദിവസം മുന്നത്തെ കറി. അപ്പോൾ ഇതിൽ കറി ഏകദേശം കാലിയാവാറായിട്ടുണ്ട്. കുറച്ച് ഇറച്ചി പീസൊക്കെ ഇതിൽ അങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കാരണം ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1-ാം പാൽ, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. നമ്മൾ അപ്പത്തിനൊക്കെ ഇങ്ങനെ തേങ്ങയും ശർക്കര ഇട്ടിട്ട് പാലുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതെന്തായാലും നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കും, അതധികം ലൂസാക്കാറില്ല. അപ്പോൾ ആ പാൽ തന്നെ ഞാൻ 1-ാം പാൽ തന്നെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. ഇത്രയും വെള്ളം വേണ്ട, എന്നാലും ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിലേക്ക് ഞാൻ ബരിസ്റ്റം കൂടി കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇത് അപ്പം ഒരു സൈഡിലാവുന്നുണ്ട്, കറി ഒരു സൈഡിൽ തിളക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞു. കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. എൻ്റെ കിച്ചൺ ആണെങ്കിൽ നല്ലോണം അലങ്കോലമായിട്ടുണ്ട്. അവരെന്നെ സ്കൂളിൽ പോകാൻ മാത്രം ബാക്കിയുള്ള അവരുടെ ടിഫിനൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പ്രഷർ അങ്ങ് കൊണ്ട് കയറി നല്ല വിശക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടികൾ പോയിട്ടാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കാറ്. ഇപ്പോൾ ഇത് അവർക്കും കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, ടിഫിനും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കറികളും കഴിഞ്ഞിട്ട് എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് ഇത്രയും ബാക്കിയുള്ള കറിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുറച്ചും കുറുകിച്ചിട്ട് എടുത്ത് കഴിക്കുമ്പോൾ കലത്തപ്പത്തിന് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ഞാൻ കലത്തപ്പം കൂടി എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇനിയിപ്പോൾ വ്യാൻ വന്നാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വിശന്ന് കുടൽ കരയുമെന്ന്. അപ്പോൾ നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് അത്ര വിശക്കില്ല, കാരണം പ്രഷർഡ് ആവില്ല. പക്ഷേ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ ഏറെ കുറവ് വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രഷറലൈസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വിശക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്ര. അപ്പോൾ ഇത് ഞാൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പകുതി അപ്പം എടുത്തിട്ടുണ്ട്, കോഫി റെഡിയുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ആക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്മൈലായിട്ടെങ്കിലും ഒരു കമൻറ്റ് തന്നെ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക. താങ്ക് യു. ടേക്ക് കെയർ.